നമസ്തേ. ഗണപതി ഭഗവാനെ കുറിച്ചുള്ള കുറച്ച് കഥകളും ഭഗവാന്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗണപതിയും ഭജേഹം. പൂർണ്ണത തേടിയുള്ള പ്രയാണമാണ് ജീവിതം. എന്നാൽ ആ പാത എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല. വിജയത്തിന് വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ഫലവത്താകണമെന്നുമില്ല. പൂർണ്ണത പലപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാറുമില്ല. വിഘ്നേശ്വര സ്വാമിയുടെ നാമം നമുക്ക് രക്ഷാകവചമാകുന്നു. സമാധാനത്തിനും സന്തോഷത്തിനും വളർച്ചയ്ക്കും വികാസത്തിനും ശക്തിക്കും പരിണാമത്തിന് വഴിയൊരുക്കി മനുഷ്യചേതനയിൽ വിളങ്ങി നിൽക്കുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ മേധാശക്തിയാണ് ഗണേശനാമം. സ്നേഹവും വിശ്വാസവും ജ്ഞാനവും ഇവ മൂന്നും ചേർന്നാൽ ജീവിതം പരിശുദ്ധിയായി. ജീവിത പരിശുദ്ധിയാണ് മോക്ഷമാർഗം. സ്നേഹവും വിശ്വാസവും ഇല്ലാത്ത ആരാധന അറിവോ ആനന്ദമോ ഉണ്ടാകുന്നില്ല. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ തൊട്ടുണർത്തുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. പ്രകാശത്തിന്റെ പിറവി ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ ഈശ്വര ചിന്ത അറിവില്ലായ്മയെ അകറ്റും. പിന്നെ ദുഃഖവുമില്ല, ദുരിതവുമില്ല. വിഘ്നങ്ങൾ മറികടക്കാൻ ഗണേശ പൂജ നമ്മെ പ്രാപ്തരാകുന്നു. തടസ്സങ്ങൾ അപ്പോൾ ചവിട്ടുപടികളായി മാറും. വിഘ്നങ്ങൾ വെല്ലുവിളിയാണ്. വെല്ലുവിളികൾ ഉണ്ടായാലേ മസ്തിഷ്കം പ്രവർത്തിക്കുകയുള്ളൂ. മസ്തിഷ്കത്തിന് ചലനാത്മകതയും പ്രചോദനവും നൽകുകയാണ് തടസ്സങ്ങൾ ചെയ്യുന്നത്. മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെയോ സാമൂഹ്യ പ്രവർത്തകരുടെയോ ജീവിത കഥകൾ വായിക്കുമ്പോൾ അവരുടെ പ്രവർത്തനപാതയിലുണ്ടായ പ്രതിബന്ധങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകും. എത്രയെത്ര പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അവരെല്ലാം വിജയം കരസ്ഥമാക്കിയത്. 1000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് ഒടുവിൽ താൻ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതെന്ന് എഡിസൺ പറയുകയുണ്ടായി. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ലാഘവത്തോടെയായിരുന്നില്ല മഹാന്മാർ ജീവിത വിജയം നേടിയെടുത്തത്. പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും എത്രയേറെ പ്രതിസന്ധികളാണ് അവർ നേരിട്ടത്. പക്ഷേ വിഘ്നങ്ങൾ കണ്ട് അവർ പിന്മാറിയില്ല. ഓരോ വിഘ്നത്തിനും അവരുടെ മനസ്സ് കൂടുതൽ ചൈതന്യവത്തായി, കൂടുതൽ പ്രവർത്തന നിരതരായി. നിശ്ചയദാർഢ്യമുള്ള മനസ്സിന് തടസ്സങ്ങൾ ചവിട്ടുപടികളാകുന്നു. നമ്മളെ എല്ലാം തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ. ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു. വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി. മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിന്റെ അതിദേവതയാണ് ഗണപതി. സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി. ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ. ഇനി ഗണേശ അവതാരത്തെക്കുറിച്ച് പറയാം. ഗണപതിയുടെ ജനനത്തെ സംബന്ധിച്ച് വിവിധ പുരാണങ്ങളിൽ വ്യത്യസ്ത കഥകളാണുള്ളത്. ഗണേശനെ പരമശിവന്റെ മാനസപുത്രനായി പരാമർശിക്കുന്ന കഥകളുണ്ട്. വാമന പുരാണം, മത്സ്യപുരാണം, സ്കന്ദപുരാണം എന്നീ ഗ്രന്ഥങ്ങളിൽ പാർവതിയുടെ മാനസപുത്രനായിട്ടാണ് ഗണപതിയെ വാഴ്ത്തുന്നത്. വൈഷ്ണവ കഥകളിൽ വിഷ്ണുവിനോട് ബന്ധപ്പെടുത്തിയും ഗണേശനെ സ്തുതിച്ചു കാണുന്നുണ്ട്. ശിവപാർവതിമാർ ആനകളുടെ രൂപം ധരിച്ച് ഹിമാലയ സാനുക്കളിൽ കഴിഞ്ഞ കാലത്ത് അവർക്ക് ജനിച്ച കുമാരനാണ് ഗണേശൻ എന്നൊരു കഥയുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ തേച്ചു നീരാട്ടിനൊരുങ്ങിയ ശ്രീപാർവതി തൻ്റെ ശരീരകാന്തിയും ഔഷധ തൈലവും ചേർത്ത് ഒരു രൂപമുണ്ടാക്കി. തേജോമയനായ ഗണപതിയുടെ ജനനം അങ്ങനെയാണെന്നാണ് മറ്റൊരു കഥ. അതുപോലെ തന്നെ ശ്രീ പാർവതീദേവി ഏറെക്കാലം തപസ് ചെയ്ത് ലഭിച്ച സന്താനമായി ഗണേശനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. സിന്ധു രാക്ഷസൻ അതിബലവാനായിരുന്നു. ദേവലോകം അയാൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ദേവകൾ പല ദിക്കിലേക്ക് ഓട്ടമായി. ഒടുവിൽ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ അവർ കൈലാസപതിയായ ശ്രീ പരമേശ്വരനെ സമീപിച്ചു. പാർവതീദേവിയുടെ മകനായി പിറന്ന ഗണേശന് മാത്രമേ സിന്ധു എന്ന അസുരനെ വധിക്കാൻ കഴിയൂ. അതിനാൽ പാർവതിയെ തന്നെ അഭയം പ്രാപിക്കണം. പരമേശ്വരൻ പറഞ്ഞു. ദേവന്മാർ പാർവതിയെ സമീപിച്ച് തങ്ങളുടെ സങ്കടം അറിയിച്ചു. ദേവന്മാരുടെ ദുഃഖം കണ്ട ദേവി സത്പുത്രന് വേണ്ടി തപസ് ആരംഭിച്ചു. തപസ് വർഷങ്ങൾ നീണ്ടു. ഒടുവിൽ ദേവിക്ക് ഗണപതിയുടെ മംഗളരൂപം ദർശനമായി. ആ ദർശനത്തിൽ ലഭിച്ച ഗണപതിയുടെ രൂപം തൻ്റെ പുത്രനാകണം എന്ന ആഗ്രഹത്തോടെ ദേവി ഒരു പ്രതിമയുണ്ടാക്കി. ആ ഗണേശ വിഗ്രഹത്തെ നദിക്കരയിൽ പ്രതിഷ്ഠിച്ച് നിത്യവും പൂജയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഗണേശരൂപം മനസ്സിൽ ഉറപ്പിച്ച് പൂജ നടത്തിക്കൊണ്ടിരിക്കെ അവിടെ എങ്ങും ഒരു ദിവ്യപ്രകാശം പരന്നു. കണ്ണു തുറന്ന ദേവി മുന്നിൽ കണ്ടത് ഒരു കൊച്ചു കുഞ്ഞിനെയാണ്. വിവരമറിഞ്ഞ് ശ്രീ പരമേശ്വരനും അവിടെ എത്തി. പാർവതി പരമേശ്വരന്മാർ കുഞ്ഞിനെ ഭക്തി ആദരപൂർവം കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു. ദേവഗണങ്ങളുടെ നായകൻ എന്ന അർത്ഥത്തിൽ ഗണപതി എന്ന നാമവും നൽകി. ഭാദ്രമാസത്തിലെ ചതുർത്ഥിയിലാണ് ഗണേശൻ ജനിച്ചത്. അതിനാൽ ചതുർത്ഥി ദിവസം ഗണപതി പൂജയും ആരാധനയും നടത്തുന്നത് ശ്രേയസ്കരമായി മാറി. ബാലഗണപതി മഹാകുസൃതിക്കാരനായിരുന്നു. ഒരിക്കൽ ആകാശത്തിൽ തിളങ്ങുന്ന ശനിഗ്രഹം തനിക്ക് വേണമെന്ന് വാശി പിടിച്ചു അവൻ.
3 വലയങ്ങൾക്ക് നടുവിലായി ജ്വലിച്ചു നിൽക്കുകയാണ് ശനിഗ്രഹം. അരുതെന്ന് അമ്മ പറഞ്ഞു. എന്നാൽ തിരിച്ചറിയാൻ പ്രായമായിട്ടില്ലാത്ത ബാലൻ ശനിയുടെ നേരെ കുതിച്ചു. ശനിയുടെ പാപതാപമേറ്റ് ഗണപതിയുടെ മുഖം കരിഞ്ഞുപോയി. ഗണപതി താഴേക്ക് പതിച്ചു. മറ്റൊരു പുരാണ കഥയനുസരിച്ച് നവഗ്രഹങ്ങൾ ഗണപതിയെ സന്ദർശിച്ചുവെന്നും ശനിയുടെ നോട്ടത്തിൽ ഗണേശ ശിരസ് ഗോലോകത്തേക്ക് തെറിച്ചു വീണുവെന്നും പറയുന്നു. ശ്രീപാർവതിക്ക് സങ്കടമായി. ദേവി ഉറക്കെ കരഞ്ഞു. ദേവന്മാർ ദേവിയെ സമാശ്വസിപ്പിക്കാനെത്തി. ഗണപതിയുടെ വേർപെട്ട തലയ്ക്കു പകരം മറ്റൊന്ന് ചേർത്ത് വയ്ക്കാനായി മഹാവിഷ്ണു യാത്രയായി. പുഷ്പഭദ്ര നദിയുടെ തീരത്ത് ഒരു കൂട്ടം ആനകളെ മഹാവിഷ്ണു കണ്ടു. അതിലൊരാന ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന്റെ പുത്രനായിരുന്നു. ഗണപതിക്ക് തൻ്റെ ശിരസ് ചേർത്ത് വയ്ക്കണമെന്ന് ഐരാവതപുത്രൻ അപേക്ഷിച്ചു. വിഷ്ണു ആ ആനയുടെ തലയുമായി കൈലാസത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തി ഗണപതിയുടെ ശിരസിൽ ആ ശിരസ് ചേർത്ത് വെച്ചു. തൻ്റെ മകന് ആനയുടെ തല ലഭിച്ചതിൽ ശ്രീപാർവതിക്ക് സന്തോഷമാണ് ഉണ്ടായത്. ആ ശിരസ് കരുത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമാകട്ടെ എന്ന് അമ്മ ആശീർവദിച്ചു. മഹാഗണപതിയെ വണങ്ങി വിഷ്ണു ശിശുവിന് അഷ്ടനാമങ്ങൾ നൽകി. ഇവയാണ് ആ 8 നാമങ്ങൾ: വിഘ്നേശ്വരൻ, ഗണേശൻ, ഹേരംബ, ഗജാനനൻ, ലംബോദരൻ, ഏകദന്തൻ, ശൂർപ്പകർണൻ, വിനായകൻ. അപ്പോൾ ഗണപതിയുടെ ഗജാനന ഗണപതി, ഏകദന്തൻ ഇങ്ങനെയുള്ള കഥകളെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരെയും നമ്മുടെ വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ.